എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഗ്രിഞ്ചോ ആണെങ്കിൽ ഇച്ചിഗോയായിട്ട് പൊരിഞ്ഞ ഫൈറ്റിന്റെ ഇടയിൽ ഇച്ചിഗോ ഗ്രിഞ്ചോയെ തോൽപ്പിച്ച് ഒർഹിബയായിട്ട് അവിടുന്ന് കടന്നു പോകാനായിട്ട് ശ്രമിക്കും. പക്ഷെ അടുത്ത നിമിഷം ഇച്ചിഗോയ്ക്ക് വലിയൊരു വെല്ലുവിളിയായി മറ്റൊരു അലങ്കാർ ലേഡി അവൾ അവിടേക്ക് വന്ന് ഗ്രിഞ്ചോയെ പൂർണ്ണമായിട്ടും അറ്റാക്ക് ചെയ്ത് താഴെയിടും. അതിനുശേഷം ഗ്രിഞ്ചോയെ പരിഹസിച്ച് ഇച്ചിഗോയായിട്ട് പൊരിഞ്ഞ അട്ടിയിടി ബഹളം. ഫൈറ്റിന്റെ ഇടയ്ക്കായിരിക്കും ഇച്ചിഗോ അവൾ എസ്പാഡൻ 5 ആണെന്ന് തിരിച്ചറിയുക. അതായത് ഐസന്റെ ടീമിലെ ഏറ്റവും പവർഫുള്ളായ 5ാമത്തെ അരങ്കാറാണ് ഈ ഒരു ലേഡി ഹോലോ അരങ്കാർ. ഫൈറ്റ് അങ്ങനെ വേറെ ലെവലിലേക്ക് പോകുന്തോറും അവളുടെ പവർ കൂടി കൂടി വരും. അവൾ ഇച്ചിഗോയെ അച്ചരം പോച്ചറ അടിച്ച് അങ്ങനെ ലോക്ക് ചെയ്യാണ്. ഇച്ചിഗോയുടെ അവസ്ഥ അത് വളരെ മോശമാവുന്നെന്ന് മനസ്സിലാക്കിയ ഒർഹിബ അവനെ സഹായിക്കാനായിട്ട് ഓടി വരും. പക്ഷെ അടുത്ത നിമിഷം അരങ്കാർ ലേഡിയുടെ അസിസ്റ്റന്റ് ഇപ്പോൾ ഒർഹിബയെ പിടിച്ചു വലിച്ച് അങ്ങനെ മടക്കി ലോക്ക് ചെയ്യും. ഇച്ചിഗോയ്ക്കാണെങ്കിൽ അത് കണ്ട് സഹിക്കില്ല. അവൻ ഒർഹിബയുടെ അടുത്തേക്ക് പോകുന്ന അതേ സമയം ഇവിടെ അരങ്കാർ ലേഡി അവളാണെങ്കിൽ വീണ്ടും ഗ്രിഞ്ചോയെ അറ്റാക്ക് ചെയ്യുകയാണ്. അത് കണ്ട ഗ്രിഞ്ചോ ആണെങ്കിൽ ഇപ്പോ വീണ്ടും അവന്റെ അടുത്തേക്ക് ഓടിയെത്തും. അതിനുശേഷം ഫുൾ കലിപ്പില് പല്ല് കടിച്ച് അവളെ തന്നെ നോക്കും. കാരണം ഗ്രിഞ്ചോയും അവളെപ്പോലെ തന്നെ ഒരു അരങ്കാറാണ്. അവനും ഐസന്റെ അസിസ്റ്റന്റ് ആണ്. ഇത്രയും ബ്രൂട്ടലായിട്ട് അവനെ കൊല്ലണ്ട യാതൊരു കാര്യവുമില്ല. അതിനവള് പറയും, ഇത് ഞങ്ങൾക്കിടയിലുള്ള മത്സരമാണ്, ഇതിൽ ആരും തന്നെ ഇടപെടാൻ പാടില്ല. അവളാണെങ്കിൽ വീണ്ടും വീണ്ടും അവനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന കണ്ട ഇച്ചിഗോയുടെ കൺട്രോള് അത് പൂർണ്ണമായിട്ട് നഷ്ടപ്പെടും. അവളുടെ നീണ്ട സ്ക്വാഡ് അതുപയോഗിച്ച് തലങ്ങും വിലങ്ങും അറ്റാക്ക് ചെയ്യും. അതിന് ഇച്ചിഗോ ആണെങ്കിൽ അവന്റെ സമ്പത്ത് ഉപയോഗിച്ച് അവളുടെ ഓരോ അറ്റാക്കിനെ പ്രിവെന്റ് ചെയ്യും. അവൾക്കാണെങ്കിൽ അതിലും അത്ഭുതം, കാരണം ഗ്രിഞ്ചോ അവൻ അവളുടെ ടീമാണ്. ഇച്ചിഗോയെ തോൽപ്പിക്കുക, അവന്റെ ഫ്രണ്ട്സിനെ അവരെ പിടിച്ചു വെക്കുക, നശിപ്പിക്കുക എന്നത് തന്നെയാണ് അവന്റെ ലക്ഷ്യം. എന്തുകൊണ്ടായിരിക്കും ഇച്ചിഗോ അവന്റെ മേലെ ആവശ്യമില്ലാത്തൊരു സെന്റിമെന്റ്സ് അത് കാണിക്കുന്നതെന്ന് അവൾ ചിന്തിച്ചു കൊണ്ടേയിരിക്കും. രണ്ടുപേരും ഒരുപാട് കൺഫ്യൂഷനിലും ചിന്തയിലും ഒക്കെ പരസ്പരം അങ്ങനെ ഏറ്റുമുട്ടിക്കൊണ്ടേയിരിക്കും. ആ അരങ്കാർ ലേഡിയുടെ അസിസ്റ്റന്റ് ആണെങ്കിൽ വീണ്ടും വീണ്ടും ഒർഹിബയെ അറ്റാക്ക് ചെയ്ത് അങ്ങനെ നിലത്തിടും. ഇച്ചിഗോയ്ക്ക് കാര്യം മനസ്സിലാവും. അവർ വീണ്ടും ഒർഹിബയെ തട്ടിക്കൊണ്ടുപോയി ഹോസ്റ്റേജ് ആക്കാൻ ശ്രമിക്കുകയാണ്. അതിനുശേഷം ഇവിടേക്ക് വന്ന ഇച്ചിഗോ ടീമിനെ അവരെ ഓരോരുത്തരെയായിട്ടും അവര് കൺട്രോൾ ചെയ്യും, അവിടെ ഹോസ്റ്റേജ് ആക്കി മാറ്റും. അതല്ല എങ്കിൽ കൊന്നുകളയും. ഇച്ചിഗോയുടെ ദേഷ്യവും സങ്കടവും വിഷമവും ഒർഹിബയുടെ നിലവിളിയൊക്കെ കണ്ട് ആ അരങ്കാർ ലേഡി അവളാണെങ്കിൽ അങ്ങനെ രോമാഞ്ച പുളകിതയായിട്ട് നിൽക്കുകയാണ്. അവളങ്ങനെ വലിയ എന്തോ റോക്കറ്റ് വിട്ട സന്തോഷത്തില് തുള്ളിച്ചാടി നിൽക്കുകയാണ്. അവൾ ഇച്ചിഗോട് പറയും, ഞങ്ങൾക്ക് ഇതുപോലുള്ള ആൾക്കാർ ഒരുപാട് ഇഷ്ടമാണ്. നിങ്ങളെയൊക്കെ ഹോസ്റ്റേജസ് ആക്കി വെച്ച് ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നേടിയെടുക്കണം. സത്യത്തിൽ ഇതെനിക്ക് വലിയൊരു അച്ചീവ്മെന്റ് ആണ്. കാരണം ക്യാപ്റ്റൻ ഐസന്റെ ഒരു വലിയ തലവേദനയാണ് ഇച്ചിഗോ നീ. സോ നിന്നെ കണ്ടെത്താനും ഇതുപോലെ നിന്നെ ലോക്ക് ചെയ്യാൻ കഴിഞ്ഞതിലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്ന് പറഞ്ഞ് അവൾ വീണ്ടും വീണ്ടും അവളുടെ നാവ് നീട്ടി കാണിക്കും. ഇച്ചിഗോ ആണെങ്കിൽ അതിന് മറുപടി ഒന്നും പറയില്ല. അവൻ അല്പസമയം അവളെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് റാഞ്ചിയാൻ ടീമിനെ കാണിക്കും. അവരാണെങ്കിൽ നിർത്താതെ ഓടി ഓടി ഒരു വിധത്തില് ആ എക്സിറ്റിന്റെ അടുത്തേക്ക് വരികയാണ്. അവര് പുറത്തേക്കെത്തി എന്ന് ആശ്വസിച്ച് നിൽക്കുമ്പോഴായിരിക്കും ആ ഒരു പിങ്ക് തലയൻ അരങ്കാർ അവനിപ്പോ അവരുടെ മുൻപിലേക്ക് വരിക. നിങ്ങൾ എത്രയൊക്കെ ശ്രമിച്ചിട്ടും യാതൊരു പ്രയോജനവും ഇല്ല. വെറുതെ ഓടി ഓടി നിങ്ങളുടെ സ്ട്രെങ്ത് നശിപ്പിക്കുക എന്നത് മാത്രമേ ഉള്ളൂ. ഒരു കാരണവശാലും നിങ്ങൾക്ക് എൻ്റെ ഈ ലൂപ്പിൽ നിന്ന് ഇനി രക്ഷപ്പെടാനാവില്ല. എനിക്ക് ഈ വേ അത് മുഴുവനായിട്ടും മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞ് അവൻ ആ ബിൽഡിങ്ങുകൾ മാനിപ്പുലേറ്റ് ചെയ്യും. അത് കേട്ട് നമ്മുടെ ആൾക്കാരാണെങ്കിൽ വീണ്ടും ഒരുപാട് പേടിക്കുകയാണ്. അവരെന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് തന്നെ ആ പിങ്ക് തലയൻ അവന്റെ സ്ക്വാഡ് എടുത്ത് ഇപ്പൊ അങ്ങനെ അവന്റെ വായിലേക്ക് കുത്തിയിറക്കും. അതിനുശേഷം അവന്റെ ആക്റ്റീവ് പവർ മോഡിലേക്ക് മാറും. ഇഗോ ആണെങ്കിൽ ഓൾറെഡി ഗ്രിഞ്ചോയായിട്ട് ഫൈറ്റ് ചെയ്ത് അവന്റെ ബോഡിയിൽ ഒരുപാട് പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഒർഹിബയ്ക്ക് നന്നായിട്ട് അറിയാം ഇച്ചിഗോയ്ക്ക് അവളുമായിട്ട് ഫൈറ്റ് ചെയ്ത് പിടിച്ചു നിൽക്കാനാവില്ല എന്ന്. കാരണം മറ്റൊന്നുമല്ല, അവളുടെ പവർ അത് ഗ്രിഞ്ചോയെ കഴിഞ്ഞും ഒരുപാട് കൂടുതലാണ്. ഒർഹിബ നിലവിളിച്ചു പറയും, പ്ലീസ് ദയവ് ചെയ്ത് ഇച്ചിഗോയെ ഹീൽ ചെയ്യാൻ എന്നെ അനുവദിക്കണം. അതിനുശേഷം നിങ്ങൾ ഫൈറ്റ് ചെയ്തോ. ഓൾറെഡി ഗ്രിഞ്ചോയായിട്ട് ഫൈറ്റ് ചെയ്ത് അവന്റെ ബോഡിയിൽ ഒരുപാട് പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. പക്ഷേ അതിന് ആ അരങ്കാർ ലേഡി ആണെങ്കിൽ അവളെ നോക്കി പരിഹസിച്ച് ചിരിച്ച് വീണ്ടും വീണ്ടും ഇച്ചിഗോയെ പിടിച്ചു വലിച്ച് അങ്ങനെ തല്ലി തല്ലി താഴേക്ക് തള്ളിയിടും. ഹീറോയ്ക്കാണെങ്കിൽ ഇപ്പോൾ ഒട്ടും ആരോഗ്യമില്ല. അവന്റെ പവറൊക്കെ കുറഞ്ഞ് അവൻ ഒരുപാട് അടിയിടിയും പരുക്കുകളൊക്കെ നല്ല രീതിയിൽ പറ്റി താഴേക്ക് അങ്ങനെ അടിച്ചു വീഴും. അവളാണെങ്കിൽ ഇച്ചിഗോയെ അറ്റാക്ക് മാത്രമായിരിക്കില്ല ചെയ്യുക, അവനെ നല്ല രീതിയിൽ ടോർച്ചർ ചെയ്യും. ഇച്ചിഗോയുടെ നിസ്സായ അവസ്ഥയെ അവള് വളരെ എഫക്റ്റീവായിട്ട് അങ്ങനെ മുതലാക്കുകയാണ്. ഇവിടെ ഒർഹിബയ്ക്കാണെങ്കിൽ ആ ഒരു കാഴ്ച കണ്ട് അങ്ങനെ നോക്കി നിൽക്കാനായിട്ട് ആവില്ല. ഇച്ചിഗോ വേദനയാൽ പെടയുന്നത് കാണുമ്പോൾ അവളുടെ ഹൃദയം പെടഞ്ഞ് അവളങ്ങനെ താഴേക്ക് നോക്കി നിൽക്കും. എന്തെങ്കിലും എത്രയും വേഗം ചെയ്തിട്ടില്ല എങ്കിൽ എൻ്റെ
ഇച്ചികോയുടെ ജീവൻ അത് നഷ്ടത്തിലാവും. ഞാൻ കാരണം അവൻ്റെ ജീവൻ അതൊരിക്കലും നഷ്ടപ്പെടാനായിട്ട് പാടില്ല. ഇച്ചികോ രക്ഷപ്പെട്ടിട്ടില്ല എങ്കിൽ ഇവിടേക്ക് വന്ന എല്ലാവരുടെയും ജീവൻ അപകടത്തിലാവും. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് അതെന്താണെങ്കിലും എനിക്ക് ചെയ്തേ പറ്റുമെന്ന് പറഞ്ഞ് അവളങ്ങനെ കാര്യമായിട്ട് ചിന്തിക്കുകയാണ്. അടുത്ത നിമിഷം ആ ഹോലോയുടെ അസിസ്റ്റന്റ് അവനാണെങ്കിൽ അവളുടെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് അവളോട് ദേഷ്യപ്പെട്ട് പറയും, മര്യാദയ്ക്ക് പറയുന്നത് കേട്ട് ഇവിടെ അടങ്ങി നിൽക്കുന്നതാണ് നിനക്ക് നല്ലത്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് എൻ്റെ കയ്യിൽ നിന്ന് വലിയ പണിഷ്മെന്റ് കിട്ടും. ഞങ്ങൾ പറയുന്ന അനുസരിച്ച് മാസ്റ്റർ ഐസനെ നീ റെസ്പെക്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിനക്കൊന്നും സംഭവിക്കില്ല. ഞങ്ങളെപ്പോലെ തന്നെ ഹാപ്പി ആയിട്ട് നിനക്ക് ഇവിടെ ജീവിക്കാം. നിനക്ക് ആവശ്യമായതെല്ലാം ക്യാപ്റ്റൻ ഐസനും ഞങ്ങളും എല്ലാവരും നിനക്ക് നൽകും. അതല്ല രക്ഷപ്പെട്ടു പോകാനും നിന്റെ ഫ്രണ്ട്സിനെ സഹായിക്കാനുമാണ് നിന്റെ ലക്ഷ്യമെങ്കിൽ തീർച്ചയായിട്ടും നിന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കുന്നു പറയും. റിഹിബയ്ക്കാണെങ്കിൽ വീണ്ടും അവളുടെ പേടി കൂടി വരും. അതേസമയം ആ ഒരു അരങ്കാർ അവനാണെങ്കിൽ അവിടെ ഒരു സ്പ്ലിറ്റ് പ്രഷർ അതങ്ങനെ സെൻസ് ചെയ്യാനായിട്ട് തുടങ്ങും. അതിനുശേഷം അവൻ ചുറ്റും നോക്കും. അവൻ സെൻസ് ചെയ്തത് ആ കുഞ്ഞിപ്പെണ്ണ് ഹോലോയുടെ പവറാണ്. അവൾ അവൻ്റെ കണ്ണിൽ പെടാതിരിക്കാനായിട്ട് ഒരു പാറയുടെ മറവിൽ അങ്ങനെ മറഞ്ഞിരിക്കും. പക്ഷെ അവനാണെങ്കിൽ ഒരു പവർ അത് ആ പാറയ്ക്ക് നേരെ പ്രയോഗിച്ച് ആ പാറ അതങ്ങനെ പൊട്ടിച്ച് തവിട് പൊടിയാക്കും. കുഞ്ഞിപ്പെണ്ണ് ഹോലോ ആണെങ്കിൽ അവിടുന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കും. പക്ഷെ അപ്പോഴേക്കും ആ ഹൈ ലെവൽ ലേഡി അരങ്കാറ് അവള് ആ കുഞ്ഞിപ്പെണ്ണ് മുൻപിലേക്ക് വരികയാണ്. എന്തുപറ്റി? നീ എൻ്റെ കയ്യിൽ വന്ന് പെടില്ല എന്നാണോ നീ കരുതിയത്? തീർച്ചയായിട്ടും എൻ്റെ ഇത്രയും കാലത്തെ അന്വേഷണം അതിന്ന് ഫലം കണ്ടിരിക്കുകയാണ്. ഇച്ചിഗോ ആണെങ്കിൽ അതെല്ലാം കേട്ടും കണ്ടും കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. ഈ ചെറിയ കുഞ്ഞ് വെറും ഒരു ഹോലോയായ ഈ കുഞ്ഞിപ്പെണ്ണിനെ അവളെ എങ്ങനെ ഇത്രയും വലിയ അരങ്കാറിന് അറിയാമെന്ന് ചിന്തിച്ച് അവനങ്ങനെ കൺഫ്യൂസ്ഡ് ആവും. അതിന് അരങ്കാർ ലേഡി പറയും, ഇച്ചിഗോ സത്യത്തിൽ നീ ഒരു വലിയ മണ്ടനാണ്. നിന്റെ കൂടെയുള്ളവരെയും നിന്റെ ഫ്രണ്ട്സിനെയും കുറിച്ചൊന്നും നിനക്കൊന്നും അറിയില്ല. നിന്റെ കൂടെ ഇത്രയും നേരം ഉണ്ടായിരുന്ന ഈ കുഞ്ഞിപ്പെണ്ണ് ഇവിടെ നിങ്ങൾ എല്ലാവരും കരുതും പോലെ വെറും ഒരു ഹോലോ അല്ല, എസ്ബാഡൻ ടീമിലെ ഒരു മെമ്പറാണ്. അത് കേട്ട് ഇച്ചിഗോ അവൻ ഞെട്ടും. ഈ കുഞ്ഞിപ്പെണ്ണ് ഹോലോ എങ്ങനെ ഇത്രയും പവർഫുള്ളായ എസ്ബാഡൻ ടീമിലെ ഒരു മെമ്പറായി ചിന്തിച്ച് അവനങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. ഇച്ചിഗോ അരങ്കാർ ലേഡിയെയും ആ കുഞ്ഞിപ്പെണ്ണിനെയും അവർ രണ്ടുപേരെയും അങ്ങനെ മാറി മാറി നോക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വെബിസോ.